ഫ്ലോറൻസ് നൈറ്റിംഗേൽ പറഞ്ഞതുപോലെ നഴ്സിംഗ് ഒരു കലയാണ്. പക്ഷേ ഉദാത്തമായ ഒരു സൃഷ്ടി ജനിക്കുന്നതിന് മുമ്പ് ഒരു വിഖ്യാത ചിത്രകാരനോ മഹാനായ ശില്പിയോ തന്റെ സൃഷ്ടിക്ക് മുമ്പ് അനുഭവിക്കുന്ന ആത്മനൊമ്പരങ്ങളെക്കാൾ അനേകം മടങ്ങ് തീഷ്ണമാണ് ഒരു നഴ്സ് തന്റെ ആതുര സേവനത്തിന്റെ കർമ്മമണ്ഡലത്തിൽ അനുഭവിക്കുന്നത്. ഒരു നവജാത ശിശുവിന്റെ ആദ്യ സ്പന്ദനം മുതൽ നമ്മുടെയോ നമ്മുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ അപരിചിതരുടെയോ ആരുമാകട്ടെ അവരുടെ അവസാന നിശ്വാസം വരെ സ്വാന്തനത്തിന്റെ, കാരുണ്യത്തിന്റെ, ദൈവീകമായിട്ടുള്ള സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ആ പുണ്യപ്രവൃത്തിയാണ് ഒരു നേഴ്സ് ചെയ്യുന്നത്. ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അദൃശ്യ നൂലിഴകളാണ് ഒരു നഴ്സിന്റെ കർമ്മരംഗം. അതിനാൽ നഴ്സിംഗ് ഒരു പ്രൊഫഷനായി എടുത്ത എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നഴ്സിംഗ് ഒരു കരിയർ ആയിട്ടെടുത്ത അനേകം നഴ്സുമാർ ഇന്ന് മെച്ചപ്പെട്ട ഒരു കരിയറിനായി ലോകമെമ്പാടും നെട്ടോട്ടമോടുകയാണ്. നിങ്ങളുടെ പ്രവർത്തികൾക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ല. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്ന സതുദ്ദേശത്തോടു കൂടി ഒമാ ഗ്ലോബൽ അക്കാഡമി നടത്തുന്ന ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിവിധ രാജ്യങ്ങളിലെയും നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകളുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ധാരാളം നഴ്സിംഗ് പ്രൊഫഷണൽസിനെ റിക്രൂട്ട് ചെയ്യുന്ന UK എന്ന സ്വപ്ന രാജ്യത്തെ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകളെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. UK-യിൽ 2025 മുതൽ 2030 വരെ രജിസ്റ്റേർഡ് നഴ്സുമാരുടെ ആവശ്യത്തിൽ ഏകദേശം 2,31,000 മുകളിൽ നഴ്സിംഗ് സ്റ്റാഫുമാരുടെ കുറവ് ഉണ്ടാകുമെന്നാണ് ഹെൽത്ത് ഫൗണ്ടേഷൻ നടത്തിയ പഠനത്തിൽ മനസ്സിലാക്കുന്നത്. ഇതിന് പ്രധാന കാരണങ്ങളിലൊന്ന് നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് UK-യിൽ നിന്നുള്ള ആളുകൾ പുതുതായി കടന്നു വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത്തരം വെല്ലുവിളികളെ മറികടക്കാൻ മികച്ച റിക്രൂട്ട്മെന്റും എഡ്യൂക്കേഷൻ റിറ്റൻഷൻ പ്ലാനുകളും ആവശ്യമാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. UK-യിൽ ഒരു നഴ്സായി ജോലി ചെയ്യുന്നതിനായി ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതകൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നഴ്സിംഗിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യതയായി വേണ്ടത്. പ്രവൃത്തി പരിചയം ചുരുങ്ങിയത് 6 മാസം മുതൽ 1 വർഷം വരെ ആവശ്യപ്പെടാറുണ്ട്. അതോടൊപ്പം നമുക്ക് വേണ്ട മറ്റൊരു യോഗ്യതയാണ് ലാംഗ്വേജ് പ്രൊഫഷൻസി അഥവാ IELTS അല്ലെങ്കിൽ OET പോലുള്ള ലാംഗ്വേജ് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റുകൾ നമ്മൾ നേടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ IELTS ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സ്പീക്കിംഗ്, റീഡിംഗ്, ലിസണിംഗ് എന്നിവയിൽ 7 സ്കോറും റൈറ്റിംഗിൽ 6.5 സ്കോറും മിനിമം സ്കോറായിട്ട് നേടിയിരിക്കണം. ഇനി OET ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സ്പീക്കിംഗ്, റീഡിംഗ്, ലിസണിംഗ് എന്നിവയിൽ B ഗ്രേഡും റൈറ്റിംഗിൽ C+ ഗ്രേഡും നേടിയിരിക്കണം. അടുത്ത സ്റ്റെപ്പായി വേണ്ടത് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ അഥവാ NMC രജിസ്ട്രേഷൻ ആണ്. NMCയുടെ വെബ്സൈറ്റിൽ കയറി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി സ്റ്റെപ്പ്. അതിനുശേഷം അവർ ആവശ്യപ്പെടുന്ന റെക്കോർഡ്സുകളായ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, നഴ്സിംഗ് ലൈസൻസ് സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം പ്രൂഫ് ഓഫ് ലാംഗ്വേജ് പ്രൊഫഷൻസി അതായത് മുമ്പിൽ സൂചിപ്പിച്ച IELTS OET സ്കോർ, അതോടൊപ്പം വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ടും അപേക്ഷാ ഫീസായി ഏകദേശം 140ഓളം ബ്രിട്ടീഷ് പൗണ്ടും അപേക്ഷാ ഫീ ആയിട്ട് വേണ്ടിവരും. നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസിഷൻ ലെറ്റർ ലഭിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, CBT എക്സാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതായത് നഴ്സിംഗ് പ്രൊഫഷനെ കുറിച്ചുള്ള നമ്മുടെ സ്കില്ലും നോളജും പരിശോധിക്കുന്നതിനായിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ എക്സാമിനേഷൻ ആണ്. ഈ CBT എക്സാമിന് വേണ്ടി നമുക്ക് പിയേഴ്സൺ VUE വെബ്സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷാ ഫീ ആയി വരുന്നത് ഏകദേശം 83 ബ്രിട്ടീഷ് പൗണ്ട് ആയിരിക്കും. അതിനുശേഷം CBT ടെസ്റ്റിന്റെ ഒരു സ്ട്രക്ചർ 120 മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. നമ്മൾ ആ ടെസ്റ്റ് പാസ്സായെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കും. നമ്മൾ CBT എക്സാം പാസ്സായതിനു ശേഷം നമുക്ക് UK-യിൽ ജോബ് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആകും. അതിനായി ത്രൂ ഏജൻസികൾ വഴിയോ അല്ലെങ്കിൽ NHS ട്രസ്റ്റ് വഴിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കോ നമുക്ക് നേരിട്ടായിട്ടും ഏജൻസികൾ വഴിയും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിനായി നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു CV വേണം, NMC ഡിസിഷൻ ലെറ്റർ വേണം, IELTS സ്കോർ കാർഡ് വേണം, CBT ടെസ്റ്റ് റിസൾട്ട് വേണം. ഇത്രയുമാണ് അടിസ്ഥാന റിക്വയർഡ് ഡോക്യുമെന്റ്സ് ആയി ജോബ് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ജോബ് ഓഫർ ലെറ്റർ ലഭിക്കും. സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് COS എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഓഫർ ലെറ്റർ വിസ ആപ്ലിക്കേഷന് വേണ്ട അടിസ്ഥാന ഡോക്യുമെന്റ് ആണ്. അതിനുശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ള സ്റ്റെപ്പാണ്. ടയർ 2 സ്കിൽഡ് വർക്കർ വിസയ്ക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ
സ്റ്റെപ്പ് UK ഗവൺമെന്റിന്റെ വിസ പോർട്ടൽ government.uk എന്ന വെബ്സൈറ്റിൽ കയറി ഓൺലൈൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പാസ്പോർട്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്, പ്രൂഫ് ഓഫ് ഇംഗ്ലീഷ് പ്രൊഫഷൻസി, കൂടാതെ മെഡിക്കൽ റെക്കോർഡ്സുകളായ TB ടെസ്റ്റ്, അത് പ്രത്യേകിച്ചും UK അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള സെൻറ്ററിൽ നിന്നും കരസ്ഥമാക്കിയ TB ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പ്രൂഫ് ഓഫ് ഫണ്ട്സ്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് മിനിമം 1270 അതായത് 1270 ബ്രിട്ടീഷ് പൗണ്ട് ഫണ്ടെങ്കിലും നമ്മൾ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. കൂടാതെ വിസ ഫീ ആയി വരുന്നത് ഏകദേശം 247 ബ്രിട്ടീഷ് പൗണ്ട് ആയിരിക്കും. ഫോർ 3 ഇയർ വർക്ക് വിസയ്ക്കായി വരുന്നത്. നമ്മൾ VFS ഗ്ലോബൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് വിസ ഇൻ്റർവ്യൂവിനായി ഹാജരാവേണ്ടതാണ്. അതിനുശേഷം വിസ ഡിസിഷനായി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഏകദേശം 3 വീക്സ് മുതൽ 1 മന്ത് വരെയാണ് വിസ പ്രോസസ്സിംഗ് സമയമായി എടുക്കുന്നത്. ദെൻ നമുക്ക് UK ട്രാവൽ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് UK ട്രാവൽ ചെയ്യാവുന്നതാണ്. UK എത്തിയതിനു ശേഷം നമ്മൾ OSCE അഥവാ ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ പാസ്സാവേണ്ടതായിട്ടുണ്ട്. പ്രാക്ടിക്കൽ എക്സാമിനേഷനാണ്. നമ്മുടെ നഴ്സിംഗ് നോളജും ക്ലിനിക്കൽ എക്സ്പീരിയൻസും ഇവാലുവേറ്റ് ചെയ്യുന്ന എക്സാമിനേഷനാണിത്. അതിനായി നമ്മൾ എംപ്ലോയി സ്പോൺസർഷിപ്പ് ട്രെയിനിങ്, നമ്മുടെ എംപ്ലോയർ നമുക്ക് ഒരു OSCE ട്രെയിനിങ് അനുവദിച്ച് തരും. ആ ട്രെയിനിങ് പാസ്സായതിനു ശേഷം നമുക്ക് OSCE എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. UK അപ്രൂവ്ഡ് സെൻറ്ററുകളിൽ ടെസ്റ്റിന് ഹാജരാകാവുന്നതാണ്. ഏകദേശം 794 ബ്രിട്ടീഷ് പൗണ്ട് ആയിരിക്കും കോഴ്സ് ഫീ ആയി വരുന്ന ഫസ്റ്റ് ടൈം. OSCE കംപ്ലീറ്റ് ആയതിനു ശേഷം രജിസ്ട്രേഷൻ പ്രോസസ് NMC രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. OSCE കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഒരു പിൻ നമ്പർ ലഭിക്കും. അതായത് ഒഫീഷ്യലി രജിസ്റ്റേർഡ് ആസ് എ രജിസ്റ്റേർഡ് നഴ്സ് ഇൻ UK. ദെൻ നമുക്ക് രജിസ്റ്റേർഡ് നഴ്സായി UK വർക്ക് ചെയ്യാൻ സാധിക്കും. ഇതാണ് UK നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഒരു ഏകദേശ രൂപം. ഇത് ഞാൻ വളരെ ചുരുക്കി ഇവിടെ പ്രതിപാദിച്ചെങ്കിലും ഇത് വളരെയധികം ദൈർഘ്യമേറിയ ഒരു പ്രോസസ്സാണ്. അതുമായി ബന്ധപ്പെട്ട ചിലവുകൾ ഏതൊക്കെയെന്ന് ഒരു ഏകദേശ ധാരണ തരാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ്. NMC രജിസ്ട്രേഷനായി വരുന്ന ഫീസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പൗണ്ട് 140ഓളം ബ്രിട്ടീഷ് പൗണ്ട് ആയിരിക്കും ചിലവായി വരിക. CBT ഫീസായി വരുന്നത് ഏകദേശം 83 ബ്രിട്ടീഷ് പൗണ്ട് ആയിരിക്കും. OSCE രജിസ്ട്രേഷൻ ഫീ ആയി വരുന്നത് 794 ബ്രിട്ടീഷ് പൗണ്ട് ആയിരിക്കും. വിസ ഫീസായി വരുന്നത് 240 3 ഇയർ വിസയാണെന്നുണ്ടെങ്കിൽ 247 ബ്രിട്ടീഷ് പൗണ്ടും അതിന് മുകളിലേക്കുള്ള വിസയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 500 ബ്രിട്ടീഷ് പൗണ്ടിന് താഴെയായിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിന് ഏകദേശം വരുന്ന ചിലവുകൾ എന്ന് പറയുന്നത് 150 മുതൽ 150 to 350 ബ്രിട്ടീഷ് പൗണ്ട് ആയിരിക്കും. TB ടെസ്റ്റിന് ഏകദേശം ഇന്ത്യൻ മണി 2000 to 3000 ഇന്ത്യൻ മണി ഇന്ത്യയിലെ ചിലവായി വരും. കൂടാതെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഫ്ലൈറ്റ് കോസ്റ്റ് ആയി വരുന്നത് 50,000 to 80,000 ഉള്ള ഇന്ത്യൻ റുപ്യ ആയിരിക്കാനാണ് സാധ്യത. ഇത്രയുമാണ് UK നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട ചിലവുകളുടെയും പ്രോസസ്സുകളുടെയും ഒരു ഏകദേശ രൂപം. ഇതുപോലെ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട മറ്റൊരു രാജ്യത്തെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകൾ അടങ്ങുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ഗുഡ് ബൈ.